നടക്ക ഇതാണ് സംഭവം. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമില്ല. അപ്പോൾ അതാ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസിങ്ങിന് പോവുകയാണ് സൂപ്പർ മാർക്കറ്റിലോട്ട്. അപ്പോൾ അതാ ഭയങ്കര തിരക്കാണ് കേട്ടോ. കാറിൽ പോകുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് പോകേണ്ടി വരും. അപ്പോൾ ബൈക്കിലാണ് കേട്ടോ. ഈ ഒരു സിറ്റിയിൽ നമ്മൾ കോവയിൽ പോവുകയാണെങ്കിൽ യാത്രക്ക് ബൈക്കാണ് കേട്ടോ നന്നായിട്ടുള്ളത്. അങ്ങനെ ഇതാ മോനെ പാർക്കിലോട്ടും അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് കളിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ മോനെ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ വർക്കൗട്ടിങ്ങിൻ്റെ സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഞാനും കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്ത് അങ്ങനെ എൻജോയ് ആയിട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോസ് അവനാണ് എടുത്തത്, ശരിക്കും എടുത്തതൊന്നുമില്ല. അങ്ങനെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളെ സ്വത്ത് ജീവനില്ലാത്ത സിംഹത്തിന്റെ മേലെ കയറിയിരിക്കും. ഇതെന്താ ചവിട്ടി ചവിട്ടി കയറേ? പകുതി നിന്ന് കഴിഞ്ഞിട്ട് ഇത് കയറാൻ എന്താ ചെയ്യാന്ന് ഐഡിയപരമായിട്ട് കയറ്. ഒരു ഗ്രൗണ്ട് മൊത്തത്തിലിട്ടാ ഈ കുട്ടികൾ കളിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. അത് ഫ്രീ ആണ് കേട്ടോ. ഫുഡിൻ്റെ കോർട്ടും ഉണ്ട് കേട്ടോ. ഫുഡ് ഫ്രീ അല്ല, പകുതി കാശ് കൊടുക്കണം കേട്ടോ. എല്ലാ ഐറ്റംസ് ഫുഡും ഉണ്ട്. വെജ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അങ്ങനെ അവൻ എല്ലാ സാധനത്തിലും കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അവനക്കൊരു പേടിയില്ല, ഭയങ്കര സത്യം പറഞ്ഞാൽ ഒരു പേടിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ മക്കൾ കളിച്ചാൽ തന്നെ പേടിയൊക്കെ ഒന്ന് മാറിക്കിട്ടുക കേട്ടോ. പക്ഷേ അവർക്ക് സ്കൂളിൽ പോകണം മാത്രമേ ഉള്ളൂ പേടിപ്പനി വരുന്നു കേട്ടോ. ഇങ്ങനത്തെ സംഭവത്തിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇത് മൊത്തത്തിൽ ഫ്രീ ആണ് കേട്ടോ. നമുക്ക് എപ്പോൾ ഒരു ടൈം 10 മണിയുണ്ട്. അതുവരെ നമുക്കിത് ഫുള്ള്, പിന്നെ പകൽ ഫുള്ള് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ. ഫുഡ് കഴിക്കണ അവിടെ ക്യാമറ അലോഡല്ല കേട്ടോ. ഒരുപാട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ക്യാമറ അലോഡല്ല. അങ്ങനെ ഇക്ക വെജ് ബിരിയാണി കഴിച്ചു, ഞാനും വെജ് ബിരിയാണി കഴിച്ചു, മോന് പൂരി കഴിച്ചു. പിന്നെ ഞങ്ങൾ പായസം അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. കോഫിയും കുടിച്ച് ഞങ്ങൾ പോവാണ്. അവിടെയാണ് കേട്ടോ ഹോട്ടൽ അവിടെയാണ്. കുറച്ച് കാശുള്ളൂ, പക്ഷേ ഉള്ളിലോട്ട് ക്യാമറ അലോഡല്ല കേട്ടോ. എല്ലാ ഹോട്ടലിൽ ജ്യൂസ് ഐറ്റംസ്, വെജിറ്റേറിയൻ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ, കുറഞ്ഞ റേറ്റിൽ. അപ്പോൾ കുറച്ചായ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഒരു ഈവനിങ്ങിൽ ഫുൾ ടൈമുണ്ട് കേട്ടോ. ഫുഡ് അടിപൊളിയാണ്. ഇത് സായിബാബ എന്തോ ഒരു പേര് പറയും, എനിക്കറിയില്ല ആ പേരെന്താണെന്ന്. അതിൻ്റെ ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ മോനെ കാത്തിരിക്കുകയാണ്. ഇതാ മോനുണ്ട്, വരുന്നില്ല കണ്ട. റോട്ടിൽ ഒരു ഇതിനെ കണ്ടിട്ട് നടക്ക. അങ്ങനെതാ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചെന്ന അവിടെ തന്നെ ഓഫർ പ്രൈസിൽ ഇട്ടോ ടിഫിൻ ബോക്സുകൾ കാണുന്നുണ്ട്. അടിപൊളി ടിഫിൻ ബോക്സാണ്. അത് 254 രൂപ. അങ്ങനെ ചെന്ന് കയറിയപ്പോൾ തന്നെ ആ ഓഫർ പ്രൈസിലുള്ള സാധനം 254 രൂപയുടെ വെറും 99 രൂപ കേട്ടോ. ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. അത് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടിഫിൻ ബോക്സാണ്. 4 ഐറ്റംസ് ഉണ്ട് അതിൽ. അങ്ങനെ ദാ ഫോൾഡർ എടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഓഫർ പ്രൈസ് എന്താണുള്ളതെന്ന് തിരഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ, ചെറുതായിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസിങ് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ പൊന്നെ അപ്പോഴേക്ക് ഇതാ മോന് നല്ല ഉഷാറിലില്ല. ഈ ഉഷാറൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറും കേട്ടോ. അതൊരു ടോയ്സിൻ്റെ ഭാഗം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും കേട്ടോ. അങ്ങനെ ഇതാ വലിയൊരു കോപ്പി പോൺസിക്ക കയ്യിലെടുത്ത് തന്നിട്ട് ഇതിന് ഓഫർ പ്രൈസ് ഉണ്ടോയെന്നൊന്ന് നോക്ക് പറഞ്ഞ്. അങ്ങനെ ഓഫറൊന്നുമില്ല കേട്ടോ. ഒരുപാട് വലുതാണ്. ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് ആവും കേട്ടോ. ഞാനൊക്കെ വാങ്ങിച്ചാലേ പറഞ്ഞിട്ട് അത് അങ്ങോട്ട് തന്നെ വെച്ച് കേട്ടോ.
ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞങ്ങൾ വരാറില്ല കേട്ടോ. ഞങ്ങൾ ലുലു മാളിലേക്ക് പോകുമ്പോൾ അത് ന്യൂ ഇയർ ആകുമ്പോൾ, പിന്നെ വേറെ ബ്രൂഫീൽക്ക് പോവും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതിലേട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഓഫർ വലിയ ഓഫറൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ന്യൂ ഇയറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പർച്ചേസിങ് ആക്കാരം കേട്ടോ. ഒന്നെടുത്ത് ഒന്ന് ഫ്രീ അങ്ങനെ ആയിരിക്കും. അത് വേറൊരു വെറൈറ്റി രസമാണല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യം മാത്രം കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ബില്ല് പേ ചെയ്യുമ്പോൾ ഒരുപാടാവും കേട്ടോ, ഒരുപാട് എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ബില്ലിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മളങ്ങ് നെട്ടിപ്പോകും കേട്ടോ. അത് വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം, ഓഫറൊന്നുമില്ല, അത് കാരണം കുറച്ച് മാത്രം എടുത്തിട്ട് ഞങ്ങൾ പോവാൻ അങ്ങനെ പോയി ഞങ്ങൾ അതാ ടോയ്സിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കരച്ചിലായി, ബഹളായി. 2000 രൂപ 1500 രൂപയുടെ ഒരു ടോയ് ഉണ്ട്, അത് വേണം പറഞ്ഞിട്ട് ഒരേ വാശി. പിന്നെ അങ്ങ് പിടിച്ച് കിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നത്തെ കാര്യം ഞങ്ങൾക്ക് പോക്കാണ്. ഇതാണ് മക്കളെ സംഭവം കേട്ടോ, ഇതാണ് സംഭവം. എൻ്റെ പൊന്നൂസ് ഉണ്ടോ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടേ മൊത്തം സാധനങ്ങൾ, കുട്ടികൾ കളിക്കേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ അവനക്ക് വേണം അല്ലേ. ഹലോ ഗൈസ്, ലാസ്റ്റിന് അവിടെ ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു, അതിലിരിക്കാണ് കേട്ടോ. കണ്ട ചെറിയ സ്റ്റൂൾ ഉണ്ടായിരുന്നു, അതിലിരിക്കുകയാണ്. കാരണം എൻ്റെ കരച്ചിൽ, ബില്ല് പേ ചെയ്യണം അവിടെ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ ആൾക്കാരൊക്കെ നമ്മൾ മുഖത്തിലോട്ട് അങ്ങ് നോക്കൂലേ, അത് പേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണത്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പർച്ചേസ്, എനിക്ക് ടോയ്സൊക്കെ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്, ഇന്നും വേണം. ഒന്നല്ലേ വാങ്ങിയ ടോയ്സ്, കേട്ടില്ലേ? പോവുക നമുക്ക്. ഞങ്ങൾ മെല്ലെ ഇങ്ങനെ പുറത്ത് ചാടിക്കാണ് കേട്ടോ. കാരണം എനിക്ക് അവിടെ ബില്ലിടാൻ പോയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന അങ്ങനെ ഞങ്ങൾ പോകാണ് കേട്ടോ. വാശിക്കാരൻ അങ്ങനെയാണ് കേട്ടോ, വാശിയാണ്. അവന് വിചാരിക്കുന്ന സാധനം അങ്ങനെ വേണം, അതാണ് അവൻ്റെ വാശി. അപ്പം ഞങ്ങൾ പോവുകയാണ്. അപ്പം ഇത്രയുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ